ഹലോ, LP-UP അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സും. LP-UPക്ക് മാത്രമല്ല PSCയുടെ എല്ലാ പരീക്ഷകൾക്കും SCRT ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് പതിവാണ്. അതുകൊണ്ട് PSC പരീക്ഷകൾ എഴുതുന്ന എല്ലാവർക്കും ഈ വീഡിയോസ് പ്രയോജനപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഇത് നല്ലതുപോലെ പഠിച്ച് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. ഇന്നത്തെ ക്ലാസ് SCRT ഹിസ്റ്ററി സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അതായത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുത്തി ഞാൻ തയ്യാറാക്കിയ നോട്ട്സാണ് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനം അഥവാ റെനൈസൻസ്. നവോത്ഥാനത്തിന്റെ ഫലമായി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ ശാസ്ത്ര പുരോഗതിയെ തുടർന്നും രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ജ്ഞാനോദയം അഥവാ എൻലൈറ്റൻമെന്റ്. ജ്ഞാനോദയ ചിന്തകൾ പ്രചരിപ്പിച്ച ആശയങ്ങൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ നവോത്ഥാനത്തിന്റെ ഫലമായി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ ശാസ്ത്ര പുരോഗതിയെ തുടർന്ന് രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. ഈ ജ്ഞാനോദയ ചിന്തകൾ പ്രചരിപ്പിച്ച ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. ഇവയെല്ലാം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഇത് കുമാരനാശാന്റെ വരികളാണ്. വിപ്ലവങ്ങളിൽ ഫസ്റ്റ് വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 18ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മുദ്രാവാക്യം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഓട്ടിസ്. ഭരണപരമായും സാമ്പത്തികമായും സൈനികമായും ഒരു രാജ്യം നിയന്ത്രണം സ്ഥാപിച്ച പ്രദേശം അറിയപ്പെടുന്നത് കോളനി. കോളനികളിൽ നിയന്ത്രണം സ്ഥാപിക്കുന്ന രാഷ്ട്രം കൊളോണിയൽ മേധാവി. കോളനികളിൽ നിയന്ത്രണം സ്ഥാപിക്കുന്ന രാഷ്ട്രം, അതായത് കോളനികൾ പിടിച്ചെടുക്കുന്ന ആ രാഷ്ട്രത്തെ പറയുന്നത് കൊളോണിയൽ മേധാവി എന്നാണ്. വടക്കേ അമേരിക്കയിലെ ആകെ കോളനികളുടെ എണ്ണം 13. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാരാണ് അവിടെ കോളനികൾ സ്ഥാപിച്ചത്. അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചവർ അറിയപ്പെടുന്നത് തീർത്ഥാടക പിതാക്കൾ അഥവാ പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ്. ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിൽ എത്തിയ വർഷം 1492. വടക്കേ അമേരിക്കയിലെ ആകെ കോളനികളുടെ എണ്ണം 13. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാരാണ് അവിടെ കോളനികൾ സ്ഥാപിച്ചത്. അമേരിക്കയിൽ കോളനികൾ സ്ഥാപിച്ചവർ അറിയപ്പെടുന്നത് തീർത്ഥാടക പിതാക്കൾ അഥവാ പിൽഗ്രിം ഫാദേഴ്സ്. ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിൽ എത്തിയ വർഷം 1492. ഇന്ത്യയിലെ ജനങ്ങൾ എന്നു കരുതി വടക്കേ അമേരിക്കയിലെ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ച വ്യക്തിയാണ് ക്രിസ്റ്റഫർ കൊളംബസ്. ഇറ്റലിക്കാരനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കയിലെ കോളനികളിൽ നടപ്പാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കയിലെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം. മെർക്കന്റിലിസ്റ്റ് നിയമം അനുസരിച്ച് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കാവുന്ന ഉൽപ്പന്നങ്ങളാണ് പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതി ചുങ്കം നൽകേണ്ട വസ്തുക്കൾ തേയില, ഗ്ലാസ്, കടലാസും. മെർക്കന്റിലിസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിൽ വന്ന് അമേരിക്കക്കാരുടെ കോളനികൾ കൈയടക്കിയവരാണ് ഈ കച്ചവടക്കാർ. ഈ കച്ചവടക്കാർ
ഇവിടെ വന്ന് ഈ അമേരിക്കയിൽ വന്ന് ഒരു വാണിജ്യ നയം നടപ്പിലാക്കി. ആ വാണിജ്യ നയത്തെ വിളിക്കുന്ന പേരാണ് മെർക്കന്റിലിസം. ഈ മെർക്കന്റിലിസ്റ്റ് നിയമം അനുസരിച്ച് കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പറ്റുകയുള്ളൂ. അതായത് മറ്റു രാജ്യങ്ങളിലൊന്നും ഇത് കയറ്റി അയക്കാൻ പറ്റത്തില്ല. ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ ഇത് കയറ്റി അയക്കാൻ പറ്റുകയുള്ളൂ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില, ഇത്രയും സാധനങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കണം. അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ അതേതൊക്കെയാണെന്ന് വെച്ചാൽ തേയില, ഗ്ലാസ്, കടലാസ്. ഇവ അമേരിക്കയിലാണ് ഇംഗ്ലണ്ടിൽ നിന്ന് ഈ തേയിലയും ഗ്ലാസും കടലാസൊക്കെ ഇറക്കുമതി ചെയ്യുന്നത്. ഈ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അവർ ഇറക്കുമതി ചുങ്കം അഥവാ ടാക്സ് കൊടുക്കണം. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലായി കഴിഞ്ഞിരുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ജോൺ ആദംസ്. നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ നടന്ന ശക്തമായ പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം 1773 ഡിസംബർ 16. ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1774. അത് ഫിലാഡൽഫിയയിൽ വെച്ചാണ് നടന്നത്. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1775. അതും ഫിലാഡൽഫിയയിൽ തന്നെയാണ്. ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിലാണ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതിയത് തോമസ് പെയിൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന തീയതി 1776 ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതിയ ആളാണ് തോമസ് പെയിൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന തീയതി 1776 ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്ക്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് അഥവാ ഇംഗ്ലണ്ട് ഈ ഒരു വൻകരയും വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇങ്ങനെ പറഞ്ഞത് തോമസ് പെയിൻ. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് തോമസ് പെയിൻ. ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച വർഷം 1781. ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടിയാണ് 1783 പാരീസ് ഉടമ്പടി. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ. നെക്സ്റ്റ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റ്, അതിൽ ഉൾപ്പെടുന്നവർ പുരോഹിതന്മാർ. രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. മൂന്നാമത്തെ എസ്റ്റേറ്റ് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലുകാർ. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രം വെഴ്സായി കൊട്ടാരം. 1789 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്ത ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 16. സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തത് ലൂയി 16. സ്റ്റേറ്റ്സ് ജനറലിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം 3. മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്നത് കോമൺസ് എന്നാണ്. നെക്സ്റ്റ് വിപ്ലവ വചനങ്ങൾ. ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവത്തിന് നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇങ്ങനെ പറഞ്ഞ
രാജാവാണ് ലൂയി 14. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവത്തിന് നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ? മേരി അന്റോയിനറ്റ് ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഫ്രാൻസിലെ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഫ്രാൻസിലെ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ അതായത് കോമൺസ് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം. ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. അതാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം ബാസ്റ്റൈൽ ജയിൽ തകർച്ചയോടുകൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത്. അത് 1789 ജൂലൈ 14. 1789. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വർഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. 1789 ജൂലൈ 14. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം 1789 ഓഗസ്റ്റ് 14. പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം 1789 ഒക്ടോബർ. ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1792 ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന 3 പ്രധാന ചിന്തകന്മാരാണ് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ. ഇവരുമായി റിലേറ്റ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചും യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. നെക്സ്റ്റ് റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് റൂസോ. റൂസോയുടെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചും ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. ഏതൊരാളിനും സ്വത്ത് കൈവശം വെക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട സാമ്പത്തിക വിദഗ്ധരാണ് ഫിസിയോക്രാറ്റുകൾ. ഫിസിയോക്രാറ്റുകൾ മധ്യവർഗത്തിന്റെ താൽപ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഏതൊരാളിനും സ്വത്ത് കൈവശം വെക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട സാമ്പത്തിക വിദഗ്ധരാണ് ഫിസിയോക്രാറ്റുകൾ. ഫിസിയോക്രാറ്റുകൾ മധ്യവർഗത്തിന്റെ താൽപ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ചിന്തകരും ശാസ്ത്രജ്ഞരും എഴുത്തുകാരും അറിയപ്പെട്ടിരുന്നത് ഫിലോസഫറുകൾ. സർവവിജ്ഞാനകോശം തയ്യാറാക്കി ശാസ്ത്രചിന്തയെ ജനകീയമാക്കിയത് ഫിലോസഫറുകളാണ്. 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെ ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭീകര സമാനമായ ഭരണം അറിയപ്പെടുന്നത് ഭീകരവാഴ്ച അഥവാ റെയിൻ ഓഫ് ടെറർ. 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകരിച്ച പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതാവാണ് റോബിസ്പിയർ. 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകരിച്ച പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ നേതാവ് റോബിസ്പിയർ. പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ മിറാബോ, ഡാൾട്ടൺ എന്നിവരാണ് പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഭീകരവാഴ്ച സമയത്ത് ശത്രുക്കളെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന യന്ത്രമാണ് ഗില്ലറ്റിൻ. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നഭിപ്രായപ്പെട്ട ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് മെറ്റേർണിക്ക്.
ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നഭിപ്രായപ്പെട്ട ഓസ്ട്രിയൻ ഭരണാധികാരി മെറ്റേർണിക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാകുകയും ചെയ്ത മൈസൂർ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത മൈസൂർ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. നെക്സ്റ്റ്, നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം കൈവരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്ന് ഫ്രാൻസിന് സ്വാതന്ത്ര്യം കിട്ടിയത് 1792. എന്നാൽ നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം വീണ്ടും പിടിച്ചെടുത്തു. അത് 1799. ആധുനിക ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നതും നെപ്പോളിയനാണ്. ഫ്രാൻസിന്റെ ദേശീയത ശക്തിപ്പെട്ടത് നെപ്പോളിയന്റെ കാലഘട്ടത്തിലാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് നെപ്പോളിയനാണ്. യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ട യുദ്ധം വാട്ടർലൂ യുദ്ധം 1815. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. 1815 വാട്ടർലൂ യുദ്ധം നടന്നത്. അതിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടു. നെക്സ്റ്റ്, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്ക സ്പാനിഷ്, പോർച്ചുഗീസ് എന്നിവരുടെ കോളനിയായിരുന്നു ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്ക ഉൾപ്പെടുന്നത് തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകളുമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷ സ്പാനിഷ്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിന്റെ കേന്ദ്രം മാച്ചു പിച്ചു, പെറു. മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ എന്ന കൃതി രചിച്ചത് പാബ്ലോ നെരൂദ. ലാറ്റിൻ അമേരിക്കൻ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രധാന നേതാക്കളാണ് സൈമൺ ബൊളിവർ, ഫ്രാൻസിസ്കോ മിറാൻഡ, ജോസേ ഡി സാൻ മാർട്ടിൻ. ഒന്നുകൂടെ നോക്കാം. ലാറ്റിൻ അമേരിക്കൻ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രധാന നേതാക്കൾ സൈമൺ ബൊളിവർ, ഫ്രാൻസിസ്കോ മിറാൻഡ, ജോസേ ഡി സാൻ മാർട്ടിൻ. മിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടിയ വർഷം 1825. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ, സൈമൺ ബൊളിവർ. വെനസ്വേല. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നത് വെനസ്വേലക്കാരനായ സൈമൺ ബൊളിവറാണ്. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളുടെ മോചനത്തിനായി പ്രവർത്തിച്ച വ്യക്തിയാണ് സൈമൺ ബൊളിവർ. അർജന്റീന, ചിലി എന്നീ കോളനികളുടെ മോചനത്തിനായി പ്രവർത്തിച്ച വ്യക്തി ജോസേ ഡി സാൻ മാർട്ടിൻ അർജന്റീനക്കാരനാണ്. വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളുടെ മോചനത്തിനായി പ്രവർത്തിച്ച വ്യക്തി സൈമൺ ബൊളിവറും അർജന്റീന, ചിലി എന്നീ കോളനികളുടെ മോചനത്തിനായി പ്രവർത്തിച്ച വ്യക്തി ജോസേ ഡി സാൻ മാർട്ടിനുമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജോസേ ഡി സാൻ മാർട്ടിൻ. റഷ്യൻ വിപ്ലവം. മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയവർ കാൾ മാർക്സ്, ഫ്രെഡറിക് ഏംഗൽസ്. മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ പിരിവുകൾ മെൻഷെവിക്കുകൾ അഥവാ ന്യൂനപക്ഷം, ബോൾഷെവിക്കുകൾ അഥവാ ഭൂരിപക്ഷം. മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയവരാണ് കാൾ മാർക്സ്, ഫ്രെഡറിക് ഏംഗൽസ്. മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയുടെ പിരിവുകൾ മെൻഷെവിക്കുകൾ അഥവാ ന്യൂനപക്ഷം, ബോൾഷെവിക്കുകൾ അഥവാ ഭൂരിപക്ഷം. മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയവർ ലെനിനും ട്രോട്സ്കിയുമാണ്. ന്യൂനപക്ഷമായ മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയും. ഭൂരിപക്ഷമായ ബോൾഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കി. റഷ്യ, ജപ്പാൻ
യുദ്ധം നടന്ന വർഷം 1905. റഷ്യ ജപ്പാൻ യുദ്ധം നടന്ന വർഷം 1905. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ സംഘടിപ്പിച്ച സ്ഥലമാണ് പെട്രോഗ്രാഡ്. 1905 ജനുവരി 9. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ സംഘടിച്ച സ്ഥലം പെട്രോഗ്രാഡ്. 1905 ജനുവരി 9. പെട്രോഗ്രാഡ് സമ്മേളനത്തിനെതിരെ പട്ടാളം വെടിവയ്ക്കുകയും 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും മായ സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച, ബ്ലഡി സൺഡേ. പെട്രോഗ്രാഡ് സമ്മേളനത്തിനെതിരെ പട്ടാളം വെടിവയ്ക്കുകയും 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടതുമായ സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി തൊഴിലാളികൾ രൂപീകരിച്ച സംഘങ്ങൾ അറിയപ്പെട്ടിരുന്നത് സോവിയറ്റുകൾ. റഷ്യൻ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്യൂമ എന്നാണ്. റഷ്യൻ നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്യൂമ. 1914 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച സമയത്തെ റഷ്യൻ ചക്രവർത്തിയാണ് നിക്കോളാസ് രണ്ടാമൻ. സാഹിത്യ വഴികൾ. റഷ്യൻ വിപ്ലവകാലത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരന്മാരാണ് മാക്സിം ഗോർക്കി, ടോൾസ്റ്റോയി, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ്. റഷ്യൻ വിപ്ലവകാലത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ കൃതികളിൽ ചിത്രീകരിച്ച സാഹിത്യകാരന്മാർ മാക്സിം ഗോർക്കി, ടോൾസ്റ്റോയും, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവും. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള റഷ്യയുടെ അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അമ്മ എന്ന നോവൽ രചിച്ചത് മാക്സിം ഗോർക്കി. മാക്സിം ഗോർക്കി റഷ്യക്കാരനാണ്. സർ ചക്രവർത്തിമാരുടെ ഭരണകാലത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് നിർമ്മിച്ച നിശബ്ദ ചിത്രമാണ് ബാറ്റിൽഷിപ്പ് പൊട്ടൻകിൻ. സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീൻ, റഷ്യക്കാരനാണ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം രചിച്ചത് ജോൺ റീഡ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം എഴുതിയത് ജോൺ റീഡ്. ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ചലച്ചിത്രം സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീൻ. ഫെബ്രുവരി വിപ്ലവം എന്താണെന്ന് നോക്കാം. റഷ്യയിലെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും മെൻഷെവിക് നേതാവായ കെരിൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്ത സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം. ഫെബ്രുവരി വിപ്ലവം നടന്ന വർഷം 1917 മാർച്ച്. റഷ്യയിലെ താൽക്കാലിക ഗവൺമെന്റിനെ എതിർത്ത വ്യക്തിയാണ് വ്ളാഡിമർ ലെനിൻ. നെക്സ്റ്റ്, ഒക്ടോബർ വിപ്ലവം. റഷ്യയുടെ ഭരണം ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായ സംഭവമാണ് ഒക്ടോബർ വിപ്ലവം. ഒക്ടോബർ വിപ്ലവം നടന്ന വർഷം 1917 നവംബർ. സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപീകരിച്ച ക്യാബിനറ്റിന്റെ അധ്യക്ഷനാണ് ലെനിൻ. സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപീകരിച്ച ക്യാബിനറ്റിന്റെ അധ്യക്ഷൻ ലെനിൻ. വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ അഥവാ USSR രൂപീകരിച്ച വർഷം 1924. നെക്സ്റ്റ്, ചൈനീസ് വിപ്ലവം. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച നയങ്ങൾ കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. കറുപ്പ് വ്യാപാരം. ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കൾ പട്ട്, തേയില, മൺപാത്രങ്ങൾ. ബ്രിട്ടനിൽ നിന്നും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി വസ്തുവാണ് കറുപ്പ്. കറുപ്പ് യുദ്ധം നടന്ന രാജ്യങ്ങൾ ചൈനയും ബ്രിട്ടനും. തുറന്ന വാതിൽ നയം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി അമേരിക്ക പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി അമേരിക്ക പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് ജോൺ ഹൈ. അമേരിക്കക്കാരനായ ജോൺ ഹൈ ആണ് തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത്. ബോക്സർ കലാപം. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനകൾ മഞ്ചു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനകൾ മഞ്ചു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപം. ബോക്സർ കലാപം നടന്ന വർഷം 1900. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന ചൈനീസ് രാജവംശമാണ് മഞ്ചു രാജവംശം. ബോക്സർ കലാപത്തിന്റെ മുദ്ര
ബോക്സർമാരുടെ മുഷ്ടി. ഡോക്ടർ സന്യാട്സന്റെ നേതൃത്വത്തിൽ മഞ്ജു രാജവംശത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്ന വർഷമാണ് 1911. ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അവസാനം കുറിച്ച വിപ്ലവം 1911 ചൈനീസ് വിപ്ലവം. ദക്ഷിണ ചൈനയിൽ സന്യാട്സന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചത് കുമിങ്താങ് പാർട്ടി. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയത് ഡോക്ടർ സന്യാട്സൻ. ചൈനയിൽ ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ചിയാങ് കൈഷക്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാവോ സെ തുങ്. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോ സെ തുങ്ങിന്റെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ വടക്കു പടിഞ്ഞാറ് യെനാൻ വരെ നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച്. ലോങ് മാർച്ചിൽ വിപ്ലവകാരികൾ സഞ്ചരിച്ച ദൂരം 12,000 കിലോമീറ്റർ. മാവോ സെ തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള സേന ചുവപ്പു സേന. കുമിങ്താങ് ഭരണത്തിന്റെ അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്നും ചിയാങ് കൈഷക്ക് രാഷ്ട്രീയ അഭയം തേടിയ രാജ്യമാണ് തായ്വാൻ. ജനകീയ ചൈന റിപ്പബ്ലിക്കായ വർഷം 1949 ഒക്ടോബർ 1. ലോങ് മാർച്ചിൽ വിപ്ലവകാരികൾ സഞ്ചരിച്ച ദൂരം 12,000 കിലോമീറ്റർ. മാവോ സെ തുങ്ങിന്റെ നേതൃത്വത്തിലുള്ള സേനയാണ് ചുവപ്പു സേന. കുമിങ്താങ് ഭരണത്തിന്റെ അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ചിയാങ് കൈഷക് രാഷ്ട്രീയ അഭയം തേടിയ രാജ്യം തായ്വാൻ. ജനകീയ ചൈന റിപ്പബ്ലിക്കായ വർഷം 1949 ഒക്ടോബർ 1. ഇത്രയുമാണ് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ പാഠഭാഗം. എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ലതുപോലെ പഠിച്ചെടുക്കണം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്തേക്കണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.